സിദ്ധാർത്ഥനെ രക്ഷിക്കണം അല്ലേ? എനിക്കെതിരെ മൊഴി കൊടുക്കാൻ നിങ്ങളുടെ ഭർത്താവ് വക്കീൽ ഓഫീസിൽ പോയല്ലേ? നിങ്ങളല്ലേ അയാളെ പറഞ്ഞു വിട്ടത് അല്ലേന്ന്? ഞാനൊന്ന് പറയട്ടെ. മോളോ? നിങ്ങളുടെ മോള് ദാ ഇവിടെ നിൽക്കുന്നു. പറയാനുള്ളത് ഇവളോട് പറ. എന്നെ കുടുക്കിലാക്കി സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ നോക്കുക അല്ലേ? തനുജ, എന്താ ഇത്? എന്താടി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയിൽ വരുന്നേ? ഇറങ്ങിപ്പോ. തനുജ, പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. പരമേശ്വരൻ ഞങ്ങളെ നിർബന്ധിച്ച് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയത്. നിന്റെ ദേഷ്യം ഞങ്ങളോട് തീർത്തോ? ആന്റി ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. മിണ്ടരുത് നീ. ഇത് എന്റെ വീടാണ്. ഇവര് രണ്ടുപേരും സ്വാധീനിച്ച് വഷളാക്കിയല്ലേ? എന്നിട്ട് എനിക്കെതിരെ തിരിക്കുക. തനുജ, ബലരാമൻ സാറാണ് നിന്റെ അച്ഛൻ എന്നുള്ളത് കള്ളക്കഥയല്ല. അത് നിനക്ക് വൈകാതെ മനസ്സിലാവും. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ പോ. എന്റെ ചോദ്യം നിങ്ങളോടാ. നിങ്ങൾ ഉത്തരം പറയണം. എന്റെ ജീവിതം ഇങ്ങനെ നരകത്തിൽ കൊണ്ടെത്തിച്ചിട്ട് ഇനിയും നിങ്ങളും ഭർത്താവും എന്നെ ചതിക്കുകയാണോ? തനുജ, വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി മൊഴി കൊടുക്കാൻ വന്നതിന്റെ പേരിൽ ഇവരെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ വേണ്ട, പൊയ്ക്കോ. ഇവളെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇല്ല ആന്റി, ആന്റി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഓഹോ, എന്ന് വെച്ച നീ എന്നെ തല്ലൂന്നാണോ? ആന്റി നോവിച്ച തല്ലൂല്ല, ചിലപ്പോ ഞാൻ കൊല്ലു തന്നെ ചെയ്യും. നിന്റെ ധൈര്യം കാണട്ടെ. ഒറ്റ കാര്യം, ഞാൻ ഈ ഫോണിൽ നിന്നൊരു മിസ് കോൾ ചെയ്താ പോലീസ് ഇവിടെ വരും. നീ അച്ഛനമ്മയും ദ്രോഹിക്കുന്ന കാര്യം ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ലഹരിക്കെതിരെ ഒരു ഫോഴ്സ് തന്നെ ഉണ്ട് ഇപ്പൊ ഈ ഏരിയയില്. നിന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല. സ്വന്തം വളർത്തമ്മയെ തല്ലിയതിന് നീ അഴിക്കുള്ളിലാവും, അത് ഉറപ്പാ. പിന്നെ നന്ദു മറ്റും അറിഞ്ഞ നിന്നെ വെച്ചേക്കില്ല. ഓഹോ, അപ്പൊ എന്നെ ഒരു ക്രിമിനലായി മുദ്ര കുത്താനാണ് പ്ലാൻ അല്ലേടി? എടീ, നിന്നെയും ഈ സ്ത്രീയെയും ഇപ്പോ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്. 5 മിനിറ്റ് സമയം തരും. പൊയ്ക്കോ. വേണ്ട, മോള് പൊയ്ക്കോ. ദയവായി പോ മോളെ. ഇനി അവള് കുറച്ചു നേരം മുറിയടച്ചിരിക്കും, പുറത്തേക്ക് വരില്ല. അതാ അവളുടെ രീതി. ആന്റി, ഞാൻ വേണമെങ്കിൽ നിക്കാം. മോള് നിക്കണ്ട, പൊയ്ക്കോ, കുഴപ്പമില്ല. എന്തായാലും അവള് കുറച്ച് പേടിച്ചിട്ടുണ്ട്. ഇനി എല്ലാം വരും പോലെ വരട്ടെ. ശരി ആന്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ.